കാസർഗോഡ് മണ്ഡലത്തിൽ തർക്കങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കല്ലട മാഹിൻ ഹാജി. മണ്ഡലത്തിൽ ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിക്കും. ലീഗിന്റെ ഉരുക്കുകോട്ടയെന്നറിയപ്പെടുന്ന മണ്ഡലത്തിൽ KM ഷാജിയെ മത്സരിപ്പിക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചനയെങ്കിലും കടുത്ത എതിർപ്പിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കല്ലട മാഹിൻ ഹാജിയെ തന്നെ പരിഗണിച്ചത്. എക്കാലത്തും മുസ്ലിം ലീഗിനെ മാത്രം പിന്തുണച്ച മണ്ഡലമാണ് കാസർഗോഡ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്. ഏതായാലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു, അതെല്ലാം നീങ്ങിയിരിക്കുന്നു. തർക്കങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. കല്ലട്ര മാഹിൻ ഹാജി, അതായത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും UDFൻ്റെ ചെയർമാനുമായ കല്ലട്ര മാഹിൻ ഹാജി തന്നെ മത്സരരംഗത്തെത്തുമ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് മറ്റ് വിജയത്തിനപ്പുറം ഇനി ഒന്നുമില്ല, അത്രത്തോളം പ്രതീക്ഷയിലാണ്. ഏതായാലും കല്ലട്ര മാഹിൻ ഹാജി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒടുവിൽ ജില്ലാ പ്രസിഡന്റിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു? സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ജില്ലയിൽ നിന്നുള്ള ഒരാൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജില്ലയിൽ അധ്യക്ഷൻ സാധാരണ എൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിൽ എതിർപ്പ് വരാനുള്ളൊരു സാധ്യതയില്ല, എതിർപ്പില്ല. അപ്പോൾ അത് പല പേരുകളും വരുന്നുണ്ടാവും. പേര് ആരറിയിച്ചാലും മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പുള്ള ആർക്കും അത് അർഹതപ്പെട്ടതാണ്, ആർക്കും സീറ്റ് ലഭിക്കാനുള്ള അർഹതയുണ്ട്. അത് നേതൃത്വം തീരുമാനിക്കുന്നത് ആരാണെങ്കിലും. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്നെ നിലയ്ക്കുന്ന് അതും CT അഹമ്മദ് അലി സാഹിബ് 35 വർഷത്തോളം MLA ആയി ജനകീയനായ ഒരു പൊതുസമ്മതനായ എല്ലാവർക്കും സമ്മതനായ CT അഹമ്മദ് അലി സാഹിബിനെ മാറ്റി നിർത്തുമ്പോൾ അതിന് പകരം വന്നത് പുതുതായി INL നിന്ന് 1 2 3 മാസങ്ങൾക്കകം മുസ്ലിം ലീഗിൽ എത്തിച്ചേർന്ന് എന്നെ നിലയ്ക്കുന്നതിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അന്ന് ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു ആശങ്കയുണ്ടായിരുന്നു, പലരും മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഒരു ഭീഷണികളെല്ലാം മുഴക്കിക്കൊണ്ടുണ്ടായിരുന്നു. അതെല്ലാം പിറ്റേന്ന് ഒരു ദിവസം കഴിയുമ്പോൾ അതെല്ലാം കട്ടടങ്ങുകയും നല്ല ഭൂരിപക്ഷത്തോടുകൂടെ അന്ന് CT അഹമ്മദ് അലി സാഹിബിന് ലഭിച്ചതിനേക്കാളും വലിയൊരു ഭൂരിപക്ഷത്തിന് എന്നെ നിലയ്ക്കുന്നതിനെ വിജയിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ 15 വർഷത്തോളമായി നല്ല ഭൂരിപക്ഷത്തോടു കൂടി എന്നെ നിലയ്ക്കുന്നതിനെ വിജയിപ്പിക്കാൻ സാധിച്ച ഒരു നിയോജക മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. BJP ആണ് 2ാം സ്ഥാനത്ത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനില്ല, അത്രത്തോളം ഒരു വാശിയേറിയ പോരാട്ടം നടക്കും. ഏതെങ്കിലും തരത്തിൽ BJP വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? കാരണം കഴിഞ്ഞതല്ല, അതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ 3000-ൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം ലീഗിന്. കഴിഞ്ഞ പ്രാവശ്യമാണ് വർദ്ധിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി SIR-മായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? ഇല്ല, ഒരു വെല്ലുവിളിയില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വോട്ട് ചേർത്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലാണ്. 20,000-ഓളം വോട്ട് ചേർക്കാൻ സാധിച്ചു, ഇപ്പം ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പ്രവർത്തകരുടെയും മണ്ഡലത്തിലെ നേതാക്കളുടെയും അഭിപ്രായ പ്രകാരം 20,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കല്ലട്ര മാഹിൻ ഹാജിയാണ് പ്രതികരിച്ചത്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.